ഈ ചിരിയാ സബീഷ് ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാവർക്കും അവിട്ടം ദിനത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ വീട്ടിൽ ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്നത് അവിട്ടമാണ്. രാവിലെ ഞാനും ഉണ്ണിച്ചേട്ടനും സ്നോജുമോനും കൂടി അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അവിടെ പോയി തൊഴുതു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉണ്ണിച്ചേട്ടൻ്റെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ ഓണാഘോഷ പരിപാടി സമാപിക്കുന്നതായിരിക്കും. സമാപന സമ്മേളനമാണ് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അവിട്ടം ദിനത്തിലേക്ക് ഒന്നും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. మనిషిలాగా ఒకడు కొంచెం చూస్తాడు, మంచి మంచి మనసుడాడు, ఒకడు నీతో సైదా ఒకడు చెందాడు. దీపాలన్నీ అనిపేసారా అందరు గుండి దగ్గర గుండి అంట బామ్మ అంట బామ్మ കൊട അടിച്ച് എനിക്കറിയാം. എല്ലാവരും വന്നിട്ട് ഞാനൊരു കൊട കൊണ്ടുവന്നു. ചിക്കൻ ഇല്ല. എന്താടി ചോറിനോ നേരമല്ലേ പായസം കുടിക്കുന്നത്? ചാത്തിയോള് ചുവരമല കൊടുത്തവള് കോടി പൊയ്കയിൽ നീന്തിയോള് കിന്നരം ചൊല്ലിയോള്
വിളമ്പുന്നേക്കെ? എന്റെ ദൈവമേ, ഇത് റേഡിയോ ആണോ ഈ വിളമ്പുന്നേ? ആടി സുന്ദരി സുന്ദരി അമ്മച്ചിയുടെ വാവേ, ഒരു ബീഫ് ഭക്ഷണം അവിടെ വാങ്ങിച്ചെന്നേ. വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലയതറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കമ്മലിട്ട് തുടങ്ങി നിൽപ്പവഴി ചിരിച്ചോണ്ട് വിളമ്പണം ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാരും ചിരിച്ചോണ്ട് നിങ്ങൾക്ക് വിളമ്പിയത്. ആവശ്യമില്ലാതെ ഇലയിടത്ത് വെക്കാൻ ഉപ്പിലിട്ട ഉപ്പേരി, നീ കഴിക്കണ്ട. മതിയാ മാമിക്ക് എത്ര മതി? മോൻ അമ്മയ്ക്ക് കൊടുക്കും. കാത്തിന്റെ ഫോൺ കണക്ട് ചെയ്തിട്ടേക്കുക. ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് രണ്ടും ഓക്കെ ആണ് കേട്ടോ. വെക്കേഷൻ വെച്ചാലും ഇല്ലെങ്കിൽ വീട്ടിലുള്ള വിഷങ്ങളൊന്നും പോരാഞ്ഞിട്ട് പുതിയ വിഷങ്ങൾ അതാ വീണ്ടും ഭഗത്തേക്ക് കയറി വരുന്നു. അടുത്തതായി നിങ്ങൾ മുന്നിലെത്തുന്നു. കാളകൂടം തുപ്പുന്ന സർപ്പം. ആരാണത്? നീരവ്. തെറ്റിദ്ധരിക്കരുത്, കാളകൂടം തുപ്പുന്ന സർപ്പമല്ല, നീരവാണത്. നീരവ്. വടിയെടുക്കാൻ ഓടിയ ലാലി ഓടരുത്, അത് പാമ്പല്ല, നീരവാണ്. തിരിച്ചു വരൂ, തിരിച്ചു വരൂ. നീരവ് സൂപ്പർ, സൂപ്പർ പ്രകടനമാണ് താങ്കളുടേത്. സൂപ്പർ ആയിരുന്നു. പാമ്പ് നീരു FM കിടാവേ, ഞങ്ങൾക്ക് ഒരു ചെറിയ അപേക്ഷ. താങ്കളുടെ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് അന്തിച്ച് വിസ്മയിച്ചു പോയ ആൾക്കാർ ഞങ്ങളോട് അപേക്ഷിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി ആ ഒരു പ്രകടനം താങ്കൾ കാഴ്ചവെക്കുന്നത് പ്രതീക്ഷിക്കുന്നു. നീരവ്, ഇതൊരു അഭ്യർത്ഥനയായി, ഇതൊരു അപേക്ഷയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ വീണ്ടും ആ ഒരു മോഹൻലാലിനെ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിച്ച് കഴിയുന്നില്ല, അതിനു മുമ്പ് തന്നെ നീരവ് റെഡിയായിരിക്കുന്നു. ലലേട്ടൻ, രവണപ്രഭു, നരസിംഹം. ആരാണിത്? ലൂസിഫർ ആണോ? അല്ല. ലലേട്ടൻ ആണോ? അല്ല. രവണപ്രഭു ആണോ? അല്ല. ആർക്കും അറിയില്ല. ആരാണ് ഇദ്ദേഹം? ആരാണ്? ഇടഞ്ഞ കൊമ്പന്റെ മേലെ കൃഷ്ണമണി കേട്ടി കളിക്കല്ലേ മന ദിനേശ.
കണ്ടാലോ നല്ല കാച്ചിയ കാരിരുമ്പ് നെഞ്ചിന്റെ ഉള്ളിൽ തേങ്ങരുമ്പ്. അതെ ലാലേട്ടൻ നമ്മളുടെ മുന്നിൽ. ഒരിക്കൽ കൂടി ലാലേട്ടൻ ഒന്നുകൂടെ ഒരു റാംബാക്ക് കൂടെ നാട്ടില്ലാതെ എല്ലാരും ഒരു കൈയ്യടി കൊടുത്തേ. ഈ പിഞ്ചു കുഞ്ഞിന് കൈയ്യടി കൊടുത്തേ. നല്ലോണം ഒരു കൈ. ഓ ആ കൂടെ കണ്ടോ, ആ നടത്തം കണ്ടോ, മുഖത്തെ ഭാവം കണ്ടോ. നോക്കൂ ലാലേട്ടനല്ലേ ഇത്. അതെ ലാലേട്ടൻ തന്നെ. മതിയോ ചിറ്റേ? ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വേണ്ടിലാവ് പാൽക്കുടങ്ങ് കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്ക് വേണ്ടിലാവ് പാൽക്കുടങ്ങ് കൊണ്ടുവന്ന് തന്നില്ലേ. ഓ നാരകങ്ങൾ കണ്ണുടച്ച് കാലികാമല്ലേ, നാടക കുഴഞ്ഞ പഞ്ചകർമ്മല്ലേ, തങ്കമണ്ണ മുത്താരം മുത്തല്ലേ മുല്ലപ്പൂ തേനല്ലേ തന്നില്ലേ തന്നില്ലേ ഒയ്യാഹോ ഒയ്യാഹോ ഒയ്യാഹോ. നമ്മൾ എവിടെയാണ് ഇപ്പൊ നിക്കുന്നത്? നമ്മളിപ്പോ നിൽക്കുന്ന ആകാശത്ത്. നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പയമ്മയുടെ വീട്ടിൽ. ഇതിന്റെ കാലെന്താ? അങ്ങനെ അവിട്ടത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ചതയം ആയിട്ടുണ്ട്. ചതയത്തിൻ്റെ അന്ന് നമ്മുടെ അപ്പയുടെ വീട്ടിലാണ്, അതായത് അപ്പച്ചിയുടെ വീട്ടിലാണ് അന്നത്തെ പരിപാടി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി അപ്പയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പയുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തൃശ്ശൂരിന് പോവുകയാണ്. കാരണം നെക്സ്റ്റ് ഡേ പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തന്നെ അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. ഇനി അടുത്ത വർഷത്തെ ഓണാഘോഷം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഇവിടെ ഉപ്പേരി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്പയുടെ അടുക്കളയാണ്. ഇതാണ് നിൽക്കുന്നത് അപ്പ. അപ്പയുടെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബീഫ് വെന്തിരിക്കുന്നു. ഇതാണ് അപ്പ. എന്തോ പായസോ അപ്പേ? പായസം എന്തോന്നറിയ, 2 സൈസ് കാണുന്നുണ്ട്. അമ്മയുണ്ടോ അവിടെ? പോയി എന്തി അവിടെ പോന്നെ. അമ്പലത്തി ആര് ആര് രണ്ടുപേരും കൂടാ? മാത്രം പോണ്ട. എന്തോ വരാം വരാം ഉമ്മേ. മറ്റെന്തൊരു വെള്ളമല്ലേ. സ്പീക്കർ പോയില്ലേ? പിന്നെ എന്ത് വേണോ? സ്പീക്കർ കൊണ്ട് കൊടുത്തേ. അയ്യോ പറഞ്ഞ സബീഷൊക്കെ ഇങ്ങോട്ട് വരും.
ഓക്കെ ഓക്കെ ബൈ ബൈ. ചോറങ്ങ് കൊണ്ട ശരി